നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണക്കുമെന്ന് BJP. ലീഗിനെ അകറ്റാൻ വേണ്ടി ആരുടെ സഹായവും തേടുമെന്നും BJP. BJP സഹായം കൊണ്ട് ഭരണം വേണ്ടെന്ന് CPM. BJP വോട്ട് ചെയ്താൽ രാജിവെക്കുമെന്നും CPM. ആവേശം പകർന്നു VS. LDF ജനപ്രതിനിധികൾക്ക് ഉജ്ജ്വല സ്വീകരണം. തീവ്രവാദി ഭീഷണിക്കെതിരെ ജാഗ്രത ശക്തം. കീഴൂർക്കടപ്പുറത്ത് പോലീസിന്റെ മോക്ക് ഡ്രിൽ. വാമഞ്ചൂർ വാഹനാപകടം, ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയും മരിച്ചു. COA ജില്ലാ സമ്മേളനം ഡിസംബർ 1 തുടങ്ങും. അനുബന്ധമായി വിവിധ പരിപാടികൾ. അവഗണനയുടെ നടുവിൽ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ വൻ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ LDF-ന് വോട്ട് ചെയ്യുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. ലീഗ് ഒരു വിഭാഗത്തിന്റെ മാത്രം താൽപര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും സുരേന്ദ്രൻ കാസർഗോട്ട് വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും വിജയിക്കാൻ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. BJP എതിർത്ത് വോട്ട് ചെയ്യണമെന്നാണ് ചൊവ്വാഴ്ച യോഗത്തിൽ തീരുമാനിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പരമാവധി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള നിലപാടിലാണ് BJP എത്തിച്ചേർന്നിരിക്കുന്നത്. സാമൂഹ്യനീതി നിഷേധിക്കുകയും ഒരു വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഏൽപ്പിക്കരുത് എന്നുള്ള സുചിന്തിതമായിട്ടുള്ള നിലപാടാണ് BJPക്കുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഇന്നത്തെ യോഗം BJP തീരുമാനിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള ഏത് കാര്യത്തിനും BJP മുൻകൈയെടുക്കണം എന്നുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM സ്വീകരിക്കുന്ന സമീപനം ലീഗിനെ വിജയിപ്പിക്കുക എന്നതാണ്. മുസ്ലിം ലീഗ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ CPIM ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അവർ BJPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയും മുസ്ലിം ലീഗിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നീതി നിഷേധിക്കപ്പെട്ട വലിയ ഒരു വിഭാഗം ജനവിഭാഗത്തോടുള്ള വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ്. മുസ്ലിം ലീഗിന് സാമൂഹ്യനീതി ഉറപ്പാക്കാനാകില്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞതായും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദത്തിലേക്ക് BJPയുടെ സഹായം വേണ്ടെന്ന് CPM. BJP വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം തന്നെ രാജിവെക്കുമെന്നും LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VPP മുസ്തഫ പറഞ്ഞു. തൃശങ്കുവിലായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ അകറ്റാൻ വേണ്ടി LDF-നോട് വോട്ട് ചെയ്യുമെന്ന് BJP പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് BJPക്കെതിരെ CPM രംഗത്തെത്തിയത്. BJPയുടെ സഹായം കൊണ്ടുള്ള ഭരണം തങ്ങൾക്ക് വേണ്ടെന്നും BJP വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം തന്നെ രാജിവെക്കുമെന്നും CPM-ന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന അഡ്വക്കേറ്റ് VPP മുസ്തഫ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF-ന്റെയും CPM-ന്റെയും നിലപാട് ഇതിനകം തന്നെ LDF-ന്റെയും CPM-ന്റെയും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. BJPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ട് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാരവാഹി സ്ഥാനം പങ്കിട്ടെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രഖ്യാപിതമായ നിലപാട്. ആ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനമായിരിക്കും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഈ ജില്ലയിലെ LDF-ഉം CPM-ഉം കൈക്കൊള്ളുക. അതുകൊണ്ട് തന്നെ BJPയോ കോൺഗ്രസോ വോട്ട് ചെയ്ത് LDF-ന്റെയോ CPM-ന്റെയോ പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായോ വൈസ് പ്രസിഡന്റായോ തുടരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. 2005-ൽ കാസർഗോഡ് ജില്ലയിൽ ഇത്തരം അനുഭവം ഉണ്ടായതാണ്. കാരടുക്ക ഗ്രാമപഞ്ചായത്തിലും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലും BJP CPM പ്രതിനിധികൾക്ക് വോട്ട് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞിട്ടുള്ളതാണ്. തദനുസൃതമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും ഇത്തവണയും കൈക്കൊള്ളുക. മുസ്ലിം ലീഗിനെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു LDF-നെ പിന്തുണക്കാൻ BJP തീരുമാനിച്ചത്. തങ്ങളുടെ LDF അനുകൂല നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുമെന്ന് BJP ആശങ്കപ്പെട്ടിരുന്നു. ഒടുവിൽ CPM-ന്റെ ഉറച്ച നിലപാട് BJP പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ആവേശം പകർന്ന് VS അച്യുതാനന്ദൻ. കാഞ്ഞങ്ങാട് നഗരസഭയിലെയും തൊട്ടടുത്ത പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾക്ക് ഒരുക്കിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ VS അച്യുതാനന്ദൻ എത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെയും അജാനൂർ പുല്ലൂപ്പെരിയ ഗ്രാമപഞ്ചായത്തുകളിലെയും LDF INL അംഗങ്ങൾക്കാണ് നോർത്ത് കോട്ടച്ചേരിയിൽ സ്വീകരണമൊരുക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആശംസകൾ അറിയിക്കുകയുണ്ടായി.
വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾക്ക് കഴിയട്ടെ എന്ന് VS ആശംസിച്ചു. അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ വർഗീയ കുതന്ത്രങ്ങൾക്കും ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തിനുമെതിരായ ശക്തമായ വിധിയെടുത്താണ് കേരളത്തിലെ ജനങ്ങൾ കാഴ്ചവെച്ചത്. ഈ ജനവിധി LDFിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. LDF നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന തദ്ദേശ സംവിധാനങ്ങൾക്ക് ജനപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അഴിമതി രഹിതമായ ഭരണം കാഴ്ചവെക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഈ 3 പഞ്ചായത്തുകളിലും ജനാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ജനപ്രതിനിധികളായി നിങ്ങൾ തിരഞ്ഞെടുത്ത സഹാക്കളെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അഭിനന്ദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. VSനെ കാണാൻ ചൊവ്വാഴ്ച രാവിലെ മുതൽ വൻ ജനാവലി നോർത്ത് കോട്ടച്ചേരിയിൽ എത്തിയിരുന്നു. ആവേശമാർന്ന സ്വീകരണമാണ് പ്രവർത്തകർ VS അച്യുതാനന്ദന് നൽകിയത്. ചടങ്ങിൽ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ വിജയികളെ പരിചയപ്പെടുത്തി. നിയുക്ത കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, പുല്ലൂർപ്പെരിയ പഞ്ചായത്ത് അംഗം ശാരദ S. നായർ, അജാനൂർ പഞ്ചായത്ത് അംഗം ദാമോദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കേളുപണിക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. നാരായണൻ, കുന്നത്ത് കരുണാകരൻ, CPIM ഏരിയ സെക്രട്ടറി P. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIMന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും വേദിയിലെത്തിയിരുന്നു. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയും മരിച്ചു. കയ്യാർ ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥിനിയായ സംഗീതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മരണം. ഞായറാഴ്ച വൈകിട്ടായിരുന്നു നാടിന് നടുക്കിയ അപകടം നടന്നത്. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ കാറിടിച്ച് ഉമേഷ് മയ്യ, ഭാര്യ ശാരദ എന്നീ ദമ്പതികൾ മരിച്ചിരുന്നു. ഈ സമയം ഗുരുതരമായി പരിക്കേറ്റ സംഗീതയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച രാവിലെയാണ് സംഗീത മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം മരിച്ച ഉമേഷ് മയ്യയുടെ ബന്ധു ചിദാനന്ദയുടെ മകളാണ് മരിച്ച സംഗീത. ചിദാനന്ദയും മറ്റൊരു മകളും 2 ബന്ധുക്കളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കർണാടകത്തിൽ ഒരു ബന്ധുവിൻ്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച് ദാരുണമായ ഈ അപകടം നടന്നത്. കയ്യാർ ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് സംഗീത. തീവ്രവാദി ഭീഷണിക്കെതിരെ ജാഗ്രത ശക്തം. കീഴൂർ കടപ്പുറത്ത് തീരദേശ വേട്ടയുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്. കടൽ മാർഗം തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്നതിന്റെ സൂചനയുടെ ഭാഗമായിട്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മുതൽ ബുധനാഴ്ച രാവിലെ 6 മണി വരെ കീഴൂർ കടപ്പുറത്തും സമീപ പ്രദേശങ്ങളിലും പോലീസിന്റെ മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. തീവ്രവാദികളുടെ വേഷം കെട്ടിയെത്തുന്ന പോലീസുകാരെ കണ്ടെത്തുന്നവർക്ക് സമ്മാനം നൽകുകയാണ്. ജനങ്ങൾ സദാ ജാഗരൂകരായി നിൽക്കാൻ വേണ്ടിയാണ് പോലീസിന്റെ ഈ പദ്ധതി. 35,000 രൂപയോളം സമ്മാനമായി നൽകുന്നുണ്ട്. പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി കീഴൂർ കടപ്പുറം നിവാസികളിൽ ചിലർക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകിയിട്ടുമുണ്ട്. കോസ്റ്റൽ പോലീസ്, നേവി, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ്, പോർട്ട്, കസ്റ്റംസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളുമായി യോജിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയത്. കടലിൽ പോലീസിന്റെ 4 ബോട്ടുകൾ സദാസമയവും പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കും. മത്സ്യത്തൊഴിലാളികളുമായും തീരദേശവാസികളുമായും പോലീസ് നിരന്തരം ബന്ധപ്പെടും. കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി അപരിചിതരെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ കോസ്റ്റൽ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1093 കൺട്രോൾ റൂം നമ്പറായ 100 വിവരം അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഡിസംബർ 1 തുടങ്ങും. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും. നവംബർ 22 ചിത്രരചന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഡിസംബർ 1-2 തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നവംബർ 22 ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചനാ മത്സരവും ചിത്രരചനാ ക്യാമ്പും സംഘടിപ്പിക്കും. നീലേശ്വരത്ത് കവിയരങ്ങും സംഘടിപ്പിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്ന വിവിധ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മേഖലയിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി, അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി UP ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തപ്പെടുന്ന ഡിസംബർ 1-2 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തപ്പെടുന്ന ജില്ലാ സമ്മേളനത്തിന് ഡിസംബർ 1-2 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടത്തപ്പെടുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വിവിധ സാംസ്കാരിക പരിപാടികൾ
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് കാർട്ടൂണിസ്റ്റ് KA ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനാവും. മികച്ച ചിത്രകാരന്മാർ ക്ലാസ് എടുക്കാനെത്തും. ചിത്രകാരന്മാരായ രാജേന്ദ്രൻ പുല്ലൂർ, സജീന്ദ്രൻ കാറടുക്ക, ബാബു എന്നിവർ ചിത്രരചനാ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 21-നകം 0467229090 എന്ന നമ്പറിലോ കാഞ്ഞങ്ങാട് സിറ്റി ചാനലിലോ പേർ രജിസ്റ്റർ ചെയ്യണം. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്യാമ്പ് ഡയറക്ടർ ശ്യാമ ശശി, ഷുക്കൂർ കോളിക്കര, സതീഷ് കെ പാക്കം, TV മോഹനൻ, വിനോദ് പുല്ലൂർ, ലോഹിതാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആവേശകരമായ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് ആവേശമായി. ഡിസംബർ 1-2 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ചമ്മട്ടംവയൽ KSBC ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർക്കായി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 3 മേഖലകളിൽ നിന്നായി 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പഞ്ചഗുസ്തിയിൽ ലോക ചാമ്പ്യൻ പട്ടം നേടിയ MV പ്രതീഷ് MR അജയന് ബാറ്റ് കൈമാറിക്കൊണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ സെക്രട്ടറി സതീഷ് കെ പാക്കം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ, സിറ്റി ചാനൽ MD TV മോഹനൻ, K പ്രദീപ് കുമാർ, K രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വിനോദ് പുല്ലൂർ സ്വാഗതവും M മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. രവീന്ദ്രൻ കോടോത്ത്, ഉണ്ണികൃഷ്ണൻ മഠത്തിൽ, P വിശ്വൻ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. കാഞ്ഞങ്ങാട് വീട്ടമ്മയുടെ മരണം. പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. തോയമ്മിലെ ജാനകി അമ്മയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തി മുറുക്കിയാണ് കൊലപ്പെടുത്തിയത്. നാട്ടുകാരനായ മധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം ചെയ്ത് ഇയാൾ തന്നെയാണെന്ന് വ്യക്തമായത്. മധുവിനെ 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇയാളെ വിട്ടുകിട്ടിയാൽ ജാനകി അമ്മയുടെ മോതിരം വിറ്റതിനെക്കുറിച്ചും മറ്റുമുള്ള വിശദവിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അതേസമയം മധുവിൻ്റെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാളാണ് കൊലപാതകത്തിന് ശേഷം മധുവിനെ രക്ഷപ്പെടാനുള്ള സഹായം നൽകിയത്. ഇയാൾ മധുവിൻ്റെ നാട്ടുകാരൻ തന്നെയാകാനാണ് സാധ്യത എന്ന് അന്വേഷണ സംഘം കരുതുന്നു. ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം ലഭിക്കണമെങ്കിൽ മധുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മണിമുണ്ട ഫെസ്റ്റ്. 4 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് അരങ്ങേറിയത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മണിമുണ്ടയിൽ നടന്നു വരുന്ന മണിമുണ്ട ഫെസ്റ്റ് സമാപിച്ചു. ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ശശികാന്ത് മണിമൂല നിർവഹിച്ചു. മണിമുണ്ട എഡ്യൂക്കേഷൻ പ്രസിഡന്റ് മൂസ ഹാജി ആൾവായി അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക കലാമേഖലകളിൽ യുവാക്കളെ ഒന്നിച്ചു നിർത്തി അവർക്ക് അർഹമായ പ്രോത്സാഹനം നൽകുന്നതിന് മണിമുണ്ട മാരത്തോണും സംഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിന് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഇന്ന് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ യുവാക്കൾക്ക് ഒരു പറഞ്ഞെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ ഒരു മനസ്സിലാക്കി അതിന് പ്രതികരിക്കുക, അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനൊരു പ്രതികരിക്കാൻ പാടില്ല. വാർഡ് മെമ്പർ സീനത്ത് സക്കരിയ, അബ്ദുൾ റഷീദ്, ഷെയ്ഖ് അഹമ്മദ്, ഇസ്മയിൽ അബൂബക്കർ, മഹമ്മൂദ് മണിമുണ്ട എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദേശസ്നേഹം വിളിച്ചോതുന്ന പോസ്റ്റർ രചനാ മത്സരവും ഫ്ലഡ് ലിസ്റ്റ് വോളിബോൾ മത്സരവും നടന്നു. 7 ലവ് ജനപ്രിയ വോളിയിൽ 1ാം സ്ഥാനം നേടി. 100 മീറ്റർ, 1500 മീറ്റർ ഓട്ട മത്സരവും പ്രബന്ധരചന, മെഹന്തി വെക്കൽ, സ്ലോ ബൈക്ക് റൈസ്, അടുപ്പില്ലാതെ പുട്ടുണ്ടാക്കൽ എന്നിവയിലും മത്സരങ്ങൾ നടന്നു. പ്രബന്ധരചനയിൽ ഹാഷിദ് മണിമുണ്ട 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ ഡിഗ്രി വിജയികൾക്ക് അനുമോദനം നൽകി. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന 2 പേർക്ക് ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകി. അപകടം പതിയിരിക്കുന്ന വൈദ്യുതി തൂണുകൾ മാറ്റാതെ അധികൃതർ. മഞ്ചേശ്വരം മൗലാന റോഡിലെ ഇലക്ട്രിക് പോസ്റ്റാണ് അപകടം വിളിച്ചോതുന്നത്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡായ മൗലാന റോഡിലെ ഫാറൂഖ് പള്ളിക്ക് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റാണ് അപകടം വിളിച്ചോതുന്നത്. ഇതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. 3 മാസം മുമ്പാണ് വൈദ്യുതി തൂൺ തകർന്നു തുടങ്ങിയത്. ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഏതു നിമിഷവും നിലംപൊത്താവുന്ന വിധത്തിലാണ് ഈ വൈദ്യുതി തൂൺ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഒരു മദ്രസയും നിലകൊള്ളുന്നുണ്ട്. 100ഓളം കുട്ടികളാണ് ഇവിടെ ദിനം പ്രതി പഠിക്കാനെത്തുന്നത്. എന്നിട്ട് കൂടി അധികൃത ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായില്ലെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മഞ്ചേശ്വരത്തും പരിസരത്തുമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വൈദ്യുതി തൂണുകൾ പൊട്ടിവീണ് അനവധി ദുരന്തങ്ങളാണ് ഉണ്ടായത്. വർക്കടിയിൽ 6 കുട്ടികളായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി തൂണിൽ തട്ടി മരണം സംഭവിച്ചത്. അപകടാവസ്ഥയിലായ തൂണ് മാറ്റുവാൻ വേണ്ടി പുതിയ പോസ്റ്റ് കൊണ്ടുവന്നുവെങ്കിലും അത് മാറ്റിയിടുവാനുള്ള നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കുറേ ദിവസമായി അതിൽ പിന്നെ അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു കമ്പം വന്നിട്ടുണ്ട്. അതിൻ്റെ തിരിഞ്ഞു നോക്കുന്ന ആളാരും ഇല്ല. ഇപ്പം ആ കമ്പനി ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെല്ലാം കുറിച്ച് കുറേ പറഞ്ഞു.
അവർ തീർച്ചയായും വരുന്നില്ല. അങ്ങനെ അത്രയാണ് സംഭവം. പക്ഷേ അവിടെ കിടാക്കല്ലേ, ചെറിയ കിടാക്കൾ മദ്രസ പഠിക്കുന്നുണ്ട്, ഫാറൂഖ് മസ്ജിദിൻ്റെ. ആ കിടാക്കളെ ഭയങ്കര ദുരിതം ഇപ്പോൾ എല്ലാം അറിയുന്നില്ല കാര്യത്തിൽ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെയും പറഞ്ഞത്. ദുരന്തം കൺമുന്നിൽ നിൽക്കുമ്പോൾ അധികൃതരുടെ മൗനം ആശങ്ക ഉളവാക്കുന്നതാണ്. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അധ്യാപകർക്കുള്ള ദ്വിദിന റോഡ് സുരക്ഷാ പരിശീലനത്തിന് തുടക്കമായി. മാർത്തോമ ഭദ്ര വിദ്യാലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ധനസഹായത്തോടെ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 100 അധ്യാപകർക്ക് 2 ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് സുരക്ഷാ പരിശീലനമാണ് നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ ചെറുക്കള മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. ഒരു ശാസ്ത്രീയമായ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് റോഡ് വികസനമെല്ലാം ഒരു ശാസ്ത്രീയമായ കാര്യത്തിൽ ചെയ്തിട്ടില്ല. മീൻസ് ഒരു പോലീസ് മാത്രം ചെയ്താൽ പോരാ, RTA ഡിപ്പാർട്ട്മെന്റ് മാത്രം ചെയ്താൽ പോരാ, ടീച്ചേഴ്സ് മാത്രം ഇത് ചെയ്താൽ പോരാ. ഇറ്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ആ അത്ര ഗൗരവം സർക്കാർ തലത്തിലും എല്ലാ ആൾക്കാർ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒരു നീജർ റിയാക്ഷൻ ആയിട്ട് ഒരു 4 പേരിനെ പഠിപ്പിച്ചത് കൊണ്ട് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല, ടെല്ലിംഗ് ദി ട്രൂത്ത്. ഇത് എങ്ങനെയാണ് ഒരു വ്യത്യാസം കൊണ്ടുവരണമെന്ന് എന്നാണ് ചെയ്യേണ്ടത്. TV സതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോഡ് ഉപഭോക്താക്കൾക്ക് വേണ്ടി ബോധവൽക്കരണ പരിപാടിയും പരിശീലനവും നാറ്റ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയമായി നൽകി വരികയാണ്. കാസർഗോഡ് RTO PH സാദിഖലി മുഖ്യപ്രഭാഷണം നടത്തി. നാറ്റ്പാക്ക് ഈ സ്കൂളിൽ അധ്യാപകരെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്കൂളിൽ ഒരു 500 കുട്ടികളുണ്ടെങ്കിൽ ഇത് 500 പേർക്ക് പകർന്നു പോവുകയാണ്. ഈ 100 ഇൻറ്റു ഇവിടെ പങ്കെടുക്കുന്ന 100 അധ്യാപകർ ഇൻറ്റു 500 to 700 സ്റ്റുഡൻസ് ഉള്ള സ്കൂളുകളായിരിക്കും. എത്രയോ ആയിരങ്ങളിലേക്കാണ് ഈ സന്ദേശം എത്തുന്നത്. അത്തരത്തിലേക്ക് നാറ്റ്പാക്കിന്റെ പ്രവർത്തനങ്ങൾ മാറട്ടെ. DD ഇൻചാർജ് PK രഘുനാഥ്, ഡോക്ടർ തോമസ് ഫിലിപ്പ്, B സുബിൻ, TV ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അവഗണനയുടെ നടുവിൽ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. അപകടം നിത്യസംഭവമായി മാറിയ ചെക്ക് പോസ്റ്റിനെതിരെ അധികൃതർ കണ്ണടക്കുന്നു. ഇതിനെതിരെ നാട്ടുകാരുടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കേയറ്റമായ മഞ്ചേശ്വരത്തെ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ അപകടം പതിയിരിക്കുകയാണ്. നിത്യേനയെന്നോണം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മതിയായ സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന ചെക്ക് പോസ്റ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടികൾ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാവാത്തത് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. ഏറെ അപകടം വരുത്തിവെക്കുന്ന ടാങ്കർ ലോറികളുടെ നീണ്ട നിര തന്നെ കുഞ്ചത്തൂർ ചെക്ക് പോസ്റ്റിനടുത്ത് നിലനിൽക്കുന്നത് കാണാം. ഇങ്ങനെ ടാങ്കർ ലോറികൾ നിർത്തിയിടുന്നത് വൻ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിറകിൽ കാറിടിച്ചാണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത്. നാട്ടുകാരെത്തിയാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ പുറത്തെടുത്തത്. ഇക്കാര്യത്തിൽ കലക്ടർ ഇടപെടണമെന്നും പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചിരുന്നു. കലക്ടർ വരാതെ സമരം നിർത്തില്ലെന്ന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം തഹസിൽദാർ സ്ഥലത്തെത്തുകയും അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതേ തുടർന്നായിരുന്നു നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. പടന്നക്കാട് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും ആവശ്യമായ വിളക്കുകൾ സ്ഥാപിച്ചില്ല. ഇത് യാത്രക്കാർക്ക് വൻ ദുരിതമാണ് ഉണ്ടാക്കിവെക്കുന്നത്. രാത്രികാലത്ത് ഇരുട്ടിലാവുന്ന മേൽപ്പാലത്തിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയായി മാറുകയാണ്. 2012 സെപ്റ്റംബർ 17 പടന്നക്കാട് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത്. ടോൾ പിരിവും തുടങ്ങി. എന്നാൽ 1 കിലോമീറ്ററിലധികം നീളമുള്ള മേൽപ്പാലത്തിൽ വിളക്കുകൾ സ്ഥാപിച്ച് രാത്രികാല ഗതാഗതം സുഗമമാക്കാൻ മാത്രം നടപടി ഉണ്ടായിട്ടില്ല. ടോൾ ബൂത്തിന് സമീപം കരാറുകാരൻ വിളക്ക് സ്ഥാപിച്ചാൽ ഈ ഭാഗത്ത് മാത്രം മോട്ടോർ തൊഴിലാളികൾക്ക് അല്പം സമാധാനമുണ്ട്. മേൽപ്പാല റോഡിലും അതിനരികിലെ കോൺക്രീറ്റ് ബാരിക്കേഡിലും പതിച്ച റിഫ്ലക്ടറുകളാണ് മേൽപ്പാലത്തിലെ രാത്രികാല ഗതാഗതത്തിന് നിലവിൽ ഏക ആശ്രയം. വർഷങ്ങൾ കഴിഞ്ഞതോടെ ഈ റിഫ്ലക്ടറുകളുടെ നിറം മങ്ങി പ്രകാശം പ്രതിഫലിക്കാത്തതായിട്ടുണ്ട്. മേൽപ്പാലത്തിലെ ഉപരിതല കോൺക്രീറ്റുകൾ ഇളകുകയും റോഡിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തതിനാൽ രാത്രികാലത്ത് പ്രകാശമില്ലാതെ ഇതുവഴി ഡ്രൈവ് ചെയ്യാൻ പ്രയാസമാണെന്ന് വാഹനമോടിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ പുതിയ ഭരണസമിതിയുടെ കനിവിന് കാത്തിരിക്കുകയാണ് ഇതുവഴി വാഹനമോടിക്കുന്നവർ. സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി വിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മോട്ടോർ തൊഴിലാളികളും നാട്ടുകാരും. ബദിര അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. പഞ്ചായത്തുകൾ തോറും ബദിര വിദ്യാലയങ്ങൾ തുടങ്ങണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പഞ്ചായത്തുകൾ തോറും ബധിരരായ കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ബധിര അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായ രീതിയിൽ നമ്മുടെ സംഘടനയെ അടുക്കും ശക്തിയോടും കൂടി കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. കാരണം
ഇന്നലെ ജീവിച്ച പോലെ ഇന്ന് ജീവിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് എ ഷൺമുഖം, ജില്ലാ പ്രസിഡന്റ് പി രാജീവ് കുമാർ, മുജീബ് റഹ്മാൻ മലപ്പുറം, കെ സന്ദീപ്, നയന പവിത്രൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ 19 നടക്കും. പൈവള്ളികയിൽ ഡിസംബർ 1 തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 19 നടക്കും. നഗരസഭകളിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് 18 ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 19 രാവിലെ 11 മണിക്ക് നടക്കും. വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും നവംബർ 12 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലയിൽ ഭരണസമിതിയുടെ കാലാവധി നവംബർ 11 വരെയാണ്. പൂർത്തിയാകാത്ത പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഡിസംബർ 1 സത്യപ്രതിജ്ഞ ചെയ്യുക. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലിലെ സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങളെ അയോഗ്യരാക്കുന്ന നടപടി വരെ ഉണ്ടായേക്കാം. വ്യക്തമായ കാരണം തെളിവുകളോടെ മുഖ്യ ഭരണാധികാരിയെ ബോധ്യപ്പെടുത്താൻ സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങൾക്ക് ഒരു അവസരം കൂടി നൽകിയിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണക്കുമെന്ന് BJP. ലീഗിനെ അകറ്റാൻ വേണ്ടി ആരുടെ സഹായവും തേടുമെന്നും BJP. BJP സഹായം കൊണ്ട് ഭരണം വേണ്ടെന്ന് CPM. BJP വോട്ട് ചെയ്താൽ രാജിവെക്കുമെന്നും CPM. ആവേശം പകർന്നു VS. LDF ജനപ്രതിനിധികൾക്ക് ഉജ്ജ്വല സ്വീകരണം. തീവ്രവാദി ഭീഷണിക്കെതിരെ ജാഗ്രത ശക്തം. കീഴൂർ കടപ്പുറത്ത് പോലീസിന്റെ മോക്ക് ഡ്രിൽ. വാമഞ്ചൂർ വാഹനാപകടം, ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയും മരിച്ചു. COA ജില്ലാ സമ്മേളനം ഡിസംബർ 1 തുടങ്ങും. അനുബന്ധമായി വിവിധ പരിപാടികൾ. അവഗണനയുടെ നടുവിൽ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ വൻ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.